നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരെയും ബഹുമാനിക്കണം. അതിനേക്കാൾ ഉപരി നമ്മളെല്ലാവരും കൂടുതൽ പറയുന്നൊരു വാക്കുണ്ട്, സെൽഫ് റെസ്പെക്ട്. നമ്മൾ നമ്മളെ ബഹുമാനിക്കണം. സെൽഫ് റെസ്പെക്ട് നിലനിർത്താത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് നമ്മൾ നമ്മളോട് റെസ്പെക്ട് കാണിക്കുക? നമ്മുടെ ശരീരത്തോട്, നമ്മുടെ മനസ്സിനോട്, അങ്ങനെയെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണം, നമ്മുടെ ശരീരം വിശ്രമം ആവശ്യപ്പെടുമ്പോൾ ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുക്കുക എന്നുള്ളത് അതിനോട് കാണിക്കുന്ന റെസ്പെക്റ്റാണ്. നമ്മുടെ മനസ്സ് അല്പം സ്വാതന്ത്ര്യം തേടുമ്പോൾ, വിശ്രമം തേടുമ്പോൾ അതിനെ വിശ്രമം കൊടുക്കുക, മനസ്സിനെ സ്വാന്തനിപ്പിക്കുക, അല്പം ശാന്തമായിരിക്കാൻ അനുവദിക്കുക, അത് മനസ്സിനോട് കാണിക്കുന്ന റെസ്പെക്റ്റാണ്. അതുപോലെ സമയത്തോട് നമ്മൾ നമ്മുടെ 24 മണിക്കൂർ സമയമെടുക്കും. ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ആർക്ക് വേണ്ടിയാണ്, എന്തിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്നത്? ഇതിലെപ്പോഴെങ്കിലും നമുക്ക് വേണ്ടി അല്പസമയം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്, ലഭിക്കാറുണ്ട്. ജീവിതത്തിന്റെ അവസാന സമയം നമുക്ക് സുഖമായിരിക്കാം എന്ന് കരുതി ആയുസ്സും ആരോഗ്യമുള്ള സമയത്തെല്ലാം സമയത്തെ ഇങ്ങനെ അമിതമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ആ സമയത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ അവസാന സമയം റസ്റ്റില്ലാതെ അപ്പോഴും മനസ്സ് അസ്വസ്ഥമായി, അശാന്തമായി, ദുഃഖത്തിലും വേദനയിലും നിന്നുകൊണ്ട് നെടുവീർപ്പിട്ടുകൊണ്ട് ജീവിതം നയിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു ദിവസം കുറച്ച് സമയം നമുക്കായി മാറ്റിവെക്കുക? അത് സമയത്തോട് കാണിക്കുന്ന റെസ്പെക്റ്റാണ്. ശരീരത്തിന്, മനസ്സിന്, സമയത്തിന്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട റെസെറ്റാണെന്നിരിക്കെ അതിന് സന്തോഷവും സ്വാന്തനവും സമാധാനവും കെയറിങ്ങും കൊടുത്താൽ ഈ ശരീരവും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, മനസ്സും എപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, സമയം എപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കും. അതുകൊണ്ട് മറ്റുള്ള എല്ലാത്തിനെയും ബഹുമാനിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ സ്വയത്തെ ബഹുമാനിക്കുവാൻ ഒരിക്കലും മറക്കരുത്.